എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ജാനുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ജാനുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Six of Wands, Strength card, Ace of Wands, Five of Cups, Seven of Cups, High Priestess. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം 6 of Wands എനർജി കണക്ഷൻസ് ആണ്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ലൈഫിൽ ഈ ഒരു മാസം ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 6 of Wands എനർജി കണക്ഷൻസ് നിങ്ങൾ പേരും പെരുമയുമുള്ള ഒരു ജീവിതത്തിലേക്കാണ് കടക്കുന്നത്. 2026 കടക്കുമ്പോൾ വിക്ടറി, സക്സസ്, അതായത് ജീവിത വിജയം നിങ്ങളുടെ കൈകളിലാണുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മുമ്പിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു പ്രത്യേക കഴിവ് നിങ്ങളിൽ കാണുന്നുണ്ട്. പിന്നിട്ട ഒരു ദിവസങ്ങളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ പിന്നിട്ട ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സെൽഫ് ഡൗട്ട്, സ്വയം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്ത, ആ ഒരു ആത്മവിശ്വാസക്കുറവ്, ഇതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. അത് മാറിക്കിട്ടുന്നതിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് ഞാൻ വിജയിക്കാൻ പോവുകയാണെന്നുള്ളൊരു ചിന്തയിലേക്ക് വരികയും ഏത് സാഹചര്യത്തെയും അതിജീവിക്കുകയും അതിന് റെഡിയായിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ജീവിതത്തിൽ. അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. എല്ലാത്തിനോടും ഒരു നന്ദി പുലർത്തുന്ന, സ്നേഹവും ദയാദാക്ഷിണ്യമൊക്കെ കാണിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു മാസത്തിൽ നിങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പലപ്പോഴായിട്ട് ഒത്തിരി സമ്മാനങ്ങൾ വാങ്ങിക്കുകയും സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു മാസത്തിൽ, മാത്രമല്ല മുന്നോട്ടേക്ക് വരുമ്പോഴും. കാരണം നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ചെയ്ത് തന്നാൽ ഒരു താങ്ക് യു ഒതുക്കാതെ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ ഒരു സമ്മാനം നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് വാങ്ങിക്കൊടുക്കുന്നു. അതേപോലെ തന്നെ തിരിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ചെയ്ത പ്രവർത്തിക്കുള്ള ഒരു നന്ദി സൂചകമായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ സമ്മാനങ്ങളോ തിരിച്ചും നിങ്ങളിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു കാര്യം ഈ ഒരു മാസത്തിൽ. പിന്നെ സ്ട്രെങ്ത് കാർഡാണ്. ഇത് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം വേണ്ടുള്ളൊരു മാസമാണ് എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് എന്നെക്കൊണ്ട് ഇത് ഒറ്റയ്ക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇതെങ്ങനെ ചെയ്ത് തീർക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്ത മൈൻഡിനെ അലട്ടുമ്പോൾ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വയം ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു ശക്തി, ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മനോധൈര്യം വളരെ കൂടുതലുള്ളൊരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഇന്നർ ഡ്രൈവ്സ്, നിങ്ങളുടെ ഔട്ടർ നീഡ്സ്, നമ്മൾ പറയില്ലേ, നമ്മുടെ ഉള്ളിൽ നമ്മളിപ്പോൾ പുറത്ത് ഉള്ള നമ്മൾക്ക് വേണ്ടുന്ന നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മെറ്റീരിയൽ വേൾഡ്, നമ്മുടെ ധനം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സാമ്പത്തികം നല്ല രീതിയിലുണ്ട്, സ്വസ്ഥമായിട്ടുള്ളൊരു നല്ലൊരു ജോലിയോ എന്തായാലും സാമ്പത്തികം നേടുന്ന നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഹ്യമായിട്ട് എന്താ പറയുക, നല്ലൊരു കുടുംബം, വീട്, വസ്ത്രം, ഭക്ഷണം, ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ബാഹ്യമായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള ആവശ്യങ്ങൾ, ഇന്നർ നീഡ്സ് എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം, സ്വസ്ഥത ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. ഇതൊക്കെ രണ്ടും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ജീവിതം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നേടാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്.
അതും നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി അഭിമാനിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയിട്ടാണ്. മക്കളിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഏസ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഏസ് ഫോൺസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആർട്സ്, സ്പോർട്സ് കാര്യങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക കാര്യവും ആവാം. ആർട്സ്, കരിയറുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ജോലിയുള്ളൊരു വ്യക്തിയാണെങ്കിലും ഓൾറെഡി നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ജോലിയോട് വെറുപ്പൊന്നും ഇല്ല. എന്നിരുന്നാലും ജോലി അത്രയും നമ്മൾ പറയില്ല ഇതാണ് എൻ്റെ പാഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല നിങ്ങളുടെ ജോലി തരക്കേടില്ലാത്തൊരു ജോലിയാണ്, നന്നായിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ പാഷൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, അതായത് ഇപ്പോൾ ഒരു പെയിൻറ് ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പാട്ട് പാടുന്ന, നൃത്തം ചെയ്യുന്ന, സ്പോർട്സിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണോ അത് ഒരു വരുമാന മാർഗം, അതാണ് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പാഷനാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുമ്പോൾ അതിൽ പരം സന്തോഷമുള്ള കാര്യമില്ല. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, ആ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൃപ്തി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. ആ നഷ്ടങ്ങളെ നിങ്ങൾ അതിജീവിക്കാൻ അന്ന് പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രതാപം തിരിച്ചു പിടിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ നിങ്ങൾ ചില ആളുകൾ, നിങ്ങൾ 45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിലും, പ്രത്യേകിച്ച് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ട് നഷ്ടത്തിലൊക്കെ ആയിട്ടുള്ള ബിസിനസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ഒരു നല്ല സമയമാണ്. ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യം ആലോചിക്കുകയും തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ചെയ്താൽ മുന്നോട്ടേക്ക് നിങ്ങളെ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നൊരു ഫ്രീഡം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ജീവിതം, പുതിയൊരു റോള്, പുതിയൊരു ഐഡൻറ്റിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അപ്പോൾ ശനിയുടെ അപഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നവർ അതൊക്കെ മാറിക്കിട്ടുന്നല്ലെങ്കിൽ ശനിയുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതുകൊണ്ട് പുതിയ തുടക്കത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഇവിടെ 5 ഓഫ് കപ്സ് എനർജിയാണ്. 5 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും നമ്മുടെ കൺമുമ്പിലുള്ള നല്ലത് കാണാതെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചിട്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു രീതിയാണ്. അപ്പം നമ്മുടെ കൺമുമ്പിൽ നമുക്ക് നേട്ടങ്ങൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം ഈ ഒരു മാസത്തിലെന്ന് വെച്ചാൽ കൺമുമ്പിലുള്ള നല്ലത് കാണുന്നില്ല, മറിച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യം അതിൽ അത് നഷ്ടപ്പെട്ടതാണ്, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പുറത്ത് ആലോചിച്ചുകൊണ്ടിരുന്ന അത് ഒന്നും തിരിച്ചു വരില്ല. അപ്പോൾ നിങ്ങളത് ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ഇനി എന്താണ് ബെറ്റർ ആക്കാൻ പറ്റുക ലൈഫിൽ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. 7 ഓഫ് കപ്സ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടേതല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടേത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് നല്ലതായിരിക്കും, കാരണം ഞാനിത് ചെയ്തപ്പോൾ ശരിയായി, അങ്ങനെ ഒരു രീതിയാണ് പലരുടെ. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അവർക്കത് നന്നായിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്കത് വർക്ക് ആവണം എന്ന് നിർബന്ധമില്ല. അവർ ചെയ്ത സമയമായിരിക്കാം, ആ സമയത്തെ സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരത് ബെറ്ററായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. പക്ഷെ നിങ്ങൾ അതായിരിക്കില്ല നന്നായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് അറിവുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്, അത് കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും മറ്റൊരാൾ ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോയി വിജയിപ്പിച്ചു എന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യം എന്താണോ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ മറ്റൊരാളെ ഫോളോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സക്സസ് കാണിക്കുന്നില്ല, മറിച്ച് നിങ്ങളായിട്ട് എന്തെങ്കിലും പുതിയ സംരംഭമോ കാര്യങ്ങളോ തുടങ്ങുമ്പോഴാണ് സക്സസ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സാമ്പത്തികം, ഭദ്രതയും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഒരു നിങ്ങൾ ഒത്തിരി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ അമ്പലങ്ങൾക്കും പള്ളികൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ സംഭാവനകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിന്ന് ചെയ്യേണ്ടുന്ന വർക്കുകൾ, ഫിസിക്കൽ വർക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ചില ആളുകൾ നിങ്ങളുടെ
വിട്ടുപോയിട്ടുള്ള ചില കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നുണ്ട്. ദൂരെ ചില ക്ഷേത്രത്തിലോ പള്ളികളിലോ ഒക്കെ പോയിട്ട് ചില വഴിപാടുകൾ പൂർത്തിയാക്കുന്നു. അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഇപ്പോൾ ഗണപതി ഹോമം ഭഗവതി സേവ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചില ആളുകൾ. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.